നിതിന്, ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലാസ്റ്റിലത്തെ അറസ്റ്റ് എന്ന് പറയുന്നത് വാസുവിനെയായിരുന്നു അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ജയശ്രീ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ദേവസ്വം മുൻ സെക്രട്ടറിയായിട്ടുള്ള ജയശ്രീ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയും അവർ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്ത് അത് പത്തനംതിട്ട കോടതി തള്ളി. പിന്നീട് ഹൈക്കോടതിയിൽ പോയി തൽക്കാലം ഈ ചൊവ്വാഴ്ച വരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയും ഹൈക്കോടതി തള്ളാനാണ് സാധ്യത. എങ്കിലും അത് നമുക്ക് നോക്കി കാണാം. പക്ഷെ അടുത്തത് ആരായിരിക്കും എന്നുള്ള വലിയ ചോദ്യം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. പത്മകുമാർ എന്ന് പറയുന്ന CPM-ന്റെ കരുത്തനായ നേതാവിനെ അറസ്റ്റ് ചെയ്യും, അയാൾ വലിയ തരത്തിലുള്ള ഈ കൊള്ളയിൽ പങ്കുണ്ട് എന്ന തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രഭാവലയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടെ കടത്തിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിലുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ഇതിൽ വേറൊരു ടെസ്റ്റ് വരുന്നത് ED-യുടെ അന്വേഷണം വരുന്നു എന്നുള്ളതാണ്. ED കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഹൈക്കോടതിയിൽ, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു ഹർജി കൊടുത്തിട്ടുണ്ട്. ആ ഹർജി എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ രേഖകളുടെ പകർപ്പ് മുഴുവനായിട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ED ഹർജി കൊടുത്തിട്ടുള്ളത്. കാരണം ഇതൊരു സാമ്പത്തിക കുറ്റകൃത്യമായ കേസാണ്. ആ കേസിനകത്ത് എത്രത്തോളം തിരിമറികൾ നടത്തിയിട്ടുണ്ട് എന്നും അന്തർ സംസ്ഥാനമായിട്ടുള്ള കടത്തായതുകൊണ്ട് തന്നെ ഏറ്റവും അനുയോജ്യമായ അന്വേഷണം വരുന്നത് ED-യുടേതായിരിക്കും എന്ന് നമുക്ക് സംശയമൊന്നുമില്ല. ആ തരത്തിൽ ED ഒരു ഹർജി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ED-യുടെ അന്വേഷണം കൂടെ വരുന്നു. എന്താവും ശബരിമല കൊള്ളയിൽ സംഭവിക്കാൻ പോകുന്നത്? ശബരിമല കൊള്ള എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള കാട്ടുകൊള്ളയാണെന്ന് കണ്ട് സംശയമൊന്നുമില്ലല്ലോ. അത് സർക്കാരിന് ഇനി ഈ തെരഞ്ഞെടുപ്പും കൂടെ അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്? തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാസുവിൻ്റെ അറസ്റ്റ് നടന്നു കഴിഞ്ഞു. അതിന് മുന്നോടിയായി പോറ്റിയുടെ അറസ്റ്റുണ്ട്. അത്തരത്തിൽ ശബരിമലയിലെ സ്വർണം കട്ട ആളുകളുടെ അറസ്റ്റിൻ്റെ ഒരു പരമ്പര വരുമ്പോഴാണ് പാർത്ഥൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പത്മകുമാർ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നതും അദ്ദേഹത്തിന് കൃത്യമായി ഇതിൽ പങ്കുണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. പത്മകുമാർ CPM-ന്റെ പത്തനംതിട്ടയിലെ മുതിർന്ന നേതാവാണ്, മുൻ MLA ആണ്. ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമോ എന്നൊരു ചോദ്യമാണ് വരുന്നത്. സ്വാഭാവികവും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ പത്മകുമാർ മാത്രമല്ല, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള നടന്ന സമയത്തെ ദേവസ്വം മന്ത്രിമാരുടെ പങ്ക് അന്വേഷിക്കണമെന്ന ആവശ്യം ഇതിനകം ഉയർന്നു കഴിഞ്ഞു. കേരളത്തിലെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ യാതൊരു കാരണവശാലും ഈ മുൻ മന്ത്രിമാർ അടക്കമുള്ള ആളുകളിലേക്ക് അന്വേഷണം എത്തില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം പ്രസിഡന്റുമായ N വാസുവിനെയും പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്താൽ ഒരുപക്ഷെ ജയശ്രീയുടെ അറസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഈ നടപടികൾ നിലയ്ക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവിടെയാണ് പാർത്ഥൻ പറഞ്ഞതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു മാസ് എൻട്രി ഉണ്ടായിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരള ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച ഫയലുകൾ കൃത്യമായി തങ്ങൾക്ക് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും കോടതി ഇത് ED-ക്ക് കൈമാറും എന്നതിൽ തർക്കമില്ല. ED അന്വേഷിച്ചാൽ മാത്രമേ ഈ കേസിനകത്തെ മുഴുവൻ പ്രതികളെയും, അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ, ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ വലിയ പങ്ക് വഹിച്ച, ഇതിൻ്റെ മോഷണം മുതൽ വിറ്റുകിട്ടിയ തുക വീതം വെച്ച ആളുകളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നതിൽ ഒരു തർക്കവുമില്ല. ഇത് ഒരു വാസുവിലോ പോറ്റിയിലോ അല്ലെങ്കിൽ മുരാരി ബാബുവിലോ പത്മകുമാറിലോ അവസാനിക്കുന്ന കേസല്ല. ഉന്നത പദവിയിലിരിക്കുന്ന ആളുകളുടെ പിന്തുണയും അവരുടെ പ്രോത്സാഹനവും ഇല്ലാതെ ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒരു കള്ളവ് അല്ലെങ്കിൽ കൊള്ള നടക്കില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചാൽ ആ ഉന്നതരിലേക്ക്, ഏറ്റവും ഉന്നതയിൽ ഇരിക്കുന്ന ആളുകളിലേക്ക് അന്വേഷണം എത്തില്ല. കാരണം ഇപ്പോൾ തന്നെ ഈ വാസുവിനെയും മറ്റേ മുരാരി ബാബുവിനെയും എല്ലാം അറസ്റ്റ് ചെയ്തത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ കേസ് അന്വേഷണം നടക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഈ വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അന്ന് വാസു ഇരിക്കുന്ന സമയത്ത് ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്ത കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്, ഞാൻ അറിയുന്ന വാസു സംശുദ്ധനാണ്, ഞാൻ അറിയുന്ന വാസു പരിശുദ്ധനാണെന്നാണ്. അപ്പോൾ പറഞ്ഞു വാസു സാർ എന്നാണ് വാസു സാർ എന്നെല്ലാവരും ഇയാളെ വിളിക്കുന്നത്. കാരണം ഭരണ നൈപുണ്യമുണ്ട് ഇയാൾക്ക്. ആ ഭരണ നൈപുണ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം പ്രസിഡന്റായിട്ട് ഇയാൾക്ക് നിയമനം നൽകിയതെന്നാണ്. ഈ PK ഗുരുദാസൻ എക്സൈസ് മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽ ഇയാളുണ്ടായിരുന്നു. ഇത്തരത്തിൽ CPM-ന്റെ ഏറ്റവും വേണ്ടപ്പെട്ട CPM-ന്റെ മാനസപുത്രനാണ് വാസു. അല്ല, അതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചാനലിൽ ഒരു ന്യൂസ് അവറിലാണെന്ന് തോന്നുന്നു ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. അസ്കർ എന്ന് പറയുന്ന രാഷ്ട്രീയ CPM-ന്റെ നിരീക്ഷകനുണ്ടല്ലോ, അയാൾ പറയുന്നുണ്ട്, വാസു സാറിന് നിങ്ങൾ എന്തർത്ഥത്തിലാണ് നിങ്ങൾ കള്ളൻ എന്ന് വിളിക്കുന്നത്? നെഞ്ചു പൊട്ടുന്നുണ്ട് ആർക്ക്? അസ്കറിന്. എന്നിട്ട് പറയുന്നുണ്ട്, വാസു സാറിന്റെ നിറമാണോ നിങ്ങളുടെ പ്രശ്നം? വാസു സാറിന്റെ അദ്ദേഹം താഴ്ന്ന ജാതിക്കാരനാണോ നിങ്ങളുടെ പ്രശ്നം? എല്ലാ സ്ഥലത്തും ഈ പറയുന്നത് പോലെ ജാതിയും മതവും വർണ്ണവും ഒക്കെ എടുത്തിടുക എന്ന് പറയുന്ന ഒരു നിലപാട് എത്രമാത്രം അധപ്പതിച്ചൊരു നിലപാടാണ് അല്ലേ? തീർച്ചയായും. അതായത് ഇത്തരത്തിൽ ഒരു കൊള്ള നടത്തിയ, കോടിക്കണക്കിന് രൂപയുടെ മോഷണം നടത്തിയ, ശബരിമല അയ്യപ്പനെ കൊള്ളയടിച്ച ആളുകളെ സംരക്ഷിക്കാൻ ജാതിയും മതവും എടുത്ത് ഉപയോഗിക്കുന്ന CPM നേതാക്കന്മാരുടെ, CPM സഹയാത്രികരായ ആളുകളുടെയും
നിലപാട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്, പരിഷ്കൃത കേരളത്തിന് അപമാനമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. യാതൊരു ഉളുപ്പുമില്ലാതെ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഇത്രത്തോളം അദ്ദേഹത്തിന്റെ ജാതി പറഞ്ഞ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കറുപ്പ് നിറം പറഞ്ഞ് പ്രതിരോധിക്കാൻ ശ്രമിക്കണമെങ്കിൽ സ്വാഭാവികമായും CPM-ന് വളരെ വേണ്ടപ്പെട്ട ആളാണ് വാസു എന്നതിൽ തർക്കമില്ല. ഹസ്കറിനെ പോലുള്ള ആളുകൾക്ക് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വാസുവിനെ ന്യായീകരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായെങ്കിൽ സ്വാഭാവികമായും വാസു കൃത്യമായി മൊഴി നൽകിയാൽ അത് ഉന്നതരിലേക്ക് അന്വേഷണം എത്തും. വാസുവിന്റെ മൊഴി കേസിനകത്ത് നിർണായകമാണ്. വാസു പല പ്രമുഖരുടെയും മൊഴി നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കും. പക്ഷെ ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു, പ്രത്യേക അന്വേഷണ സംഘത്തിന് കൃത്യമായ ചരട് പലരുടെയും കൈകളിലുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം നീങ്ങില്ല. ഒരുപക്ഷെ ഈ അറസ്റ്റ് പത്മകുമാറിലോ ജയശ്രീയിലോ അവസാനിക്കും. അതുപോരാ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞിട്ടാണ് ഇത്തരത്തിൽ കൊള്ള നടന്നത്. ദേവസ്വം വകുപ്പ്, കേരളത്തിന്റെ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർക്ക് ഇത് അറിയില്ലെങ്കിൽ അവരെ മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ അർഹരായിരുന്നോ? അവർക്ക് CPM മന്ത്രിമാരാണ് വകുപ്പ് കൈകാര്യം ചെയ്തത്. അതായത് 2016 അധികാരത്തിലേറ്റ CPM-ൽ 2.5 വർഷം കടന്നപ്പള്ളി രാമേന്ദ്രൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയായ സമയത്ത് അദ്ദേഹം ഒരു വിശ്വാസിയായ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇടത് രാഷ്ട്രീയമാണ്, അദ്ദേഹം തർക്കമില്ല. പക്ഷേ കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ VN വാസവനും K രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൈകാര്യം ചെയ്ത സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിൽ കൊള്ള നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണം. അല്ല, അതിപ്പോ മുരാരി ബാബു എന്ന് പറയുന്ന കാട്ടുകള്ളനെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വലിയ തട്ടിപ്പ് നടത്തി പിടിക്കപ്പെട്ടപ്പോ അയാളെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നതിന് പകരം അയാളെ ശബരിമലയിലേക്ക് എത്തിച്ചത് രാധാകൃഷ്ണനാണ് എന്നുള്ള വലിയ ആക്ഷേപമുണ്ട്. തീർച്ചയായും 7.5 പൊന്നാനെ അടിച്ചു മാറ്റാൻ ശ്രമിച്ച വ്യക്തിയാണ് മുരാരി ബാബു എന്ന് പകൽ പോലെ വ്യക്തമായിട്ട് കഴിഞ്ഞു. ഫോറസ്റ്റിന്റെ കൃത്യമായ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്ക് കട്ടിളയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്ത മരങ്ങൾ മുരാരി ബാബുവിന്റെ വീട്ടിലേക്കാണ് പോയത്. ഇവിടെ വേറെ എന്തോ പാഴ്മരോ വല്ല ഉപ്പൂത്തിയോ അങ്ങനെ എന്താണ് കട്ടിലുണ്ടാക്കിയത്. അത്തരത്തിൽ വലിയ തട്ടിപ്പ് നടത്താൻ മുരാരി ബാബുവിന് ആനകളുടെ പേര് തട്ടിപ്പ് നടത്തി. പല സ്പോൺസർമാരെ കണ്ടെത്തി പണം പിരിച്ച പണം കൊണ്ട് ഇത്ര ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥന് കോടികളുടെ വീട് വെക്കാൻ പണം എവിടെ എന്ന് ചോദിച്ചാൽ ക്ഷേത്രത്തിലെ പണം കട്ടത മുതൽ കൊണ്ടാണ് മുരാരി ബാബു വീട് വെച്ചെന്ന് പരസ്യമായി നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഇതിൽ മുരാരി ബാബുവിൽ ഒതുങ്ങില്ല. ഇതിന്റെ പങ്ക് പലർക്കും കിട്ടിയിട്ടുണ്ട്. ഈ പങ്ക് പറ്റിയ മുഴുവൻ ആളുകളെയും കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ അതൊരു ദേശീയ അന്വേഷണ ഏജൻസി ഈ കേസ് അന്വേഷിക്കണം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് അന്വേഷണം ഏറ്റെടുത്താൽ മൊട്ടുസൂചി മുതൽ പണം വരെ കട്ട ആളുകളുടെ പേര് പുറത്തു വരും. ശബരിമലയിലെ മുഴുവൻ കള്ളന്മാരെയും പുറത്തു കൊണ്ടുവരണം. മുരാരി ബാബുവിലും പോറ്റിയിലും വാസുവിലും പത്മകുമാറിലും ജയശ്രീയിലും ഒതുങ്ങിയാൽ പോരാ. ഇവർക്ക് പ്രചോദനം നൽകിയ ഒരു ഉന്നതൻ ഇങ്ങനെ വിലസുന്നുണ്ട് ഇപ്പോഴും സമൂഹത്തിന് മുന്നിൽ മാന്യനായി. ആ ഉന്നതനെ പുറത്തു കൊണ്ടുവരണം. ഉന്നതരെ പുറത്തു കൊണ്ടുവരണം. ഇതിൽ ഉന്നതർക്ക് അവർക്ക് പങ്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പണത്തിന്റെ ശബരിമലയിലെ സ്വർണം ഉരുക്കി വിറ്റതിന്റെ പണത്തിന്റെ പങ്ക് ലഭിച്ചിട്ടുണ്ട്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ കൊള്ള നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പങ്ക് ലഭിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പല ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ അഴിമതി നടന്നിട്ടുണ്ട്. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഏറ്റെടുത്താൽ ശബരിമലയിലെ മാത്രമായിരിക്കില്ല അന്വേഷണം നടത്തുക, മറ്റ് ക്ഷേത്രങ്ങളിലുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തും. ഈ വാസുവും പത്മകുമാറും PS പ്രശാന്തും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആയിരുന്ന കാലത്തെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും തട്ടിപ്പുകളും അന്വേഷണ പരിധിയിൽ വരും. അത്തരത്തിൽ അന്വേഷണ പരിധിയിൽ വന്നാൽ ദേവസ്വം മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ചോദ്യമുനയിൽ വരും. CPM-ന് അത് ഭയമാണ്. കാരണം പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടത്തുന്നതെന്ന് പറയുമ്പോഴും ഇവർക്ക് ഒരു കടിഞ്ഞാണുണ്ട്, അല്ലെങ്കിൽ കേരള പോലീസാണ് ഇത് അന്വേഷിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ എത്രത്തോളം ഈ അന്വേഷണം ഇനിയും സുഖകരമായി മുന്നോട്ട് പോകുമെന്ന് നമ്മൾ കണ്ടറിയണം. ഒരുപക്ഷെ ഞാൻ പറഞ്ഞതുപോലെ പത്മകുമാറിനെയും ജയശ്രീയും അറസ്റ്റ് ചെയ്യുമായിരിക്കും. പക്ഷെ അതിൽ ഒതുങ്ങിയാൽ പോരാ. ഇതിൽ പങ്കുള്ള മുഴുവൻ ആളുകൾക്കും അന്വേഷണ പരിധിയിൽ വരണം. അല്ല, ഇത് തന്നെ ഹൈക്കോടതി അന്വേഷിക്കുന്നതുകൊണ്ടാണ് ഇത്രയും അറസ്റ്റ് ചെയ്തത്. ഇല്ലെങ്കിൽ ഇവരിലേക്കൊന്നും അന്വേഷണം എത്തില്ല. CPM-ന് ഒരു തരത്തിലും ഇടപെടാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ടാണ് പത്മകുമാറിന്റെ അറസ്റ്റ് മാക്സിമം വൈകിപ്പിക്കാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പത്മകുമാറിന് ഹാജരാകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട്. കാരണം എന്തോ അസുഖമാണ്, പ്രശ്നമാണ്. അതുവരെ ഇവർക്കൊന്നും അസുഖം ഉണ്ടാവില്ല. ഹാജരാകാൻ പറയുന്നതിന്റെ തലേന്ന് ഇവർക്ക് നെഞ്ചുവേദന, കാലുവേദന, വയറുവേദന തുടങ്ങിയ പല കാര്യങ്ങളും ഉണ്ടാവും. കാരണം ഇത്തരത്തിൽ CPM-ന്റെ നേതാക്കന്മാർ പ്രതികളാകും. ഈ ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് ഇനിയും CPM നേതാക്കന്മാർ പ്രതികളായാൽ അത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ദോഷകരമായി ബാധിക്കുമെന്ന് CPM-ന് അറിയാം. അതുകൊണ്ട് പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നതിൽ ഹാജരാക്കുന്നതിൽ പരമാവധി വൈകിപ്പിക്കാൻ
CPM നേതൃത്വം ശ്രമിക്കും. പക്ഷേ ഇതൊന്നും കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല. ശബരിമല അയ്യപ്പൻ കേരളത്തിന്റെ ഒരു വികാരമാണ്. പരിപാവനമായ പുണ്യ 18 പടി ചവിട്ടുന്ന അയ്യപ്പ ഭക്തരെ വെല്ലുവിളിക്കുന്ന CPMന് പണി പാലും വള്ളത്തിൽ കിട്ടാൻ പോവുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം കൂടി ആരംഭിച്ചാൽ CPMന്റെ ഉന്നതരായ നേതാക്കന്മാർക്ക് ഓരോരുത്തർക്ക് ജയിലിലേക്ക് പോകാനുള്ള വഴി തുറക്കും. അയ്യപ്പന്റെ മുതൽക്കട്ട ആളുകൾക്ക് കയ്യാമം വെച്ച് തുറങ്കിൽ അടയ്ക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. തീർച്ചയായിട്ടും.